വീരമലക്കുന്നിൽ ആശങ്ക അവസാനിക്കുന്നില്ല. വീരമലക്കുന്നിൽ വീണ്ടും മണ്ണിടിച്ചിൽ. കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇവിടെ വലിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. മരങ്ങളടക്കം പിഴുത് വീണിട്ടുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിക്ക് സമാനമായ രീതിയിൽ ഇപ്പോൾ മണ്ണ് വീണ് കിടക്കുകയാണ്. വലിയ പാറക്കല്ലടക്കം ഏത് നിമിഷവും വീഴാവുന്ന അവസ്ഥയിൽ കൂടിയാണ്. സിനെറ്റ് ന്യൂസ് നിരീക്ഷണം ബ്യൂറോ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്. നിരീക്ഷണവും പരിശോധനയും ഒന്നും കാര്യമായ പ്രയോജനം ചെയ്യുന്നില്ല. ചെറുവത്തൂർ വീരമലക്കുന്നിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാവുകയാണ്. ഇത്തവണ മഴക്കാലം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ മണ്ണിടിച്ചിൽ ആരംഭിച്ചിരുന്നു. അത്ര രൂക്ഷമായിരുന്നില്ല ആദ്യഘട്ടത്തിൽ. എന്നാൽ ചെറിയ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴയെത്തുമ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ വീരമലക്കുന്നിൽ വലിയ തോതിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത്. മുകൾ ഭാഗത്തു നിന്നും ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിക്ക് സമാനമായി ഇതിനകം മണ്ണ് നിറഞ്ഞു കഴിഞ്ഞു. നിലവിൽ മലയുടെ മുകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം സംരക്ഷണ ഭിത്തിക്ക് മുകളിലൂടെയാണ് പുറത്തേക്ക് ഒഴുകിപ്പോകുന്നത്. സംരക്ഷണ ഭിത്തിയുടെ സുരക്ഷിതത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോൾ മണ്ണിടിച്ചിൽ ഉണ്ടായത്. വലിയ പാറക്കെട്ടുകൾ ഉൾപ്പെടെ ഏതു നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് താഴേക്കെത്തിയാൽ പുതുതായി നിർമ്മിച്ച ദേശീയപാതയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. നിലവിൽ സംരക്ഷണ ഭിത്തിക്ക് തൊട്ട് തന്നെയാണ് സർവീസ് റോഡും നിർമ്മിച്ചിരിക്കുന്നത്. എന്ത് സുരക്ഷിതത്വമാണ് ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടവർ നൽകുന്ന ഉറപ്പെന്ന കാര്യത്തിൽ മാത്രം അനിശ്ചിതത്വമുണ്ട്. മലയുടെ ചുറ്റും സംരക്ഷണ ഭിത്തി പൂർണ്ണമായും നിർമ്മിക്കാൻ വരെ കമ്പനി അധികൃതർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദേശീയപാത നിർമ്മാണത്തിൻ്റെ മറവിൽ വീരമലക്കുന്നിൽ നിർമ്മാണ കരാർ കമ്പനി നടത്തിയ അനധികൃതമായ മണ്ണെടുപ്പാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. പലതവണ ഇവിടെ സംഭവിച്ച മണ്ണിടിച്ചിലിൽ തലനാരിഴക്കാണ് വലിയ അപകടങ്ങൾ ഒഴിവായത്. ശക്തമായ മഴ വരാനിരിക്കെ വീണ്ടും വലിയ മണ്ണിടിച്ചിലും അതുവഴി വലിയ അപകടങ്ങളും ഇവിടെ സംഭവിക്കുമോ എന്ന ആശങ്കയിലാണ് യാത്രക്കാരും സമീപവാസികളും. മഴ കനക്കുമ്പോൾ വീരമലക്കുന്നും പരിസരവും ആശങ്കയുടെ മുൾമുനയിലാണ്. ഏത് നിമിഷവും ഒരു ദുരന്തം സംഭവിച്ചേക്കാം. വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിയെ അശാസ്ത്രീയമായി ചൂഷണം ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടിയിൽ ബലിയാടാകുന്നത് സാധാരണ ജനങ്ങളും തൊഴിലാളികളുമാണ്. മറ്റൊരു ഷിരൂർ ആവർത്തിക്കാതിരിക്കാൻ ഇനിയും കൂടുതൽ ശ്രദ്ധ പതിയേണ്ടിയിരിക്കുന്നു. ക്യാമറാമാൻ അരുൺ മാവിലാടത്തിനോടൊപ്പം പ്രശാന്ത് കയ്യൂർ, സിനെറ്റ് ന്യൂസ്.